നമസ്കാരം. ഞാൻ വി ബി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരു യാത്രയിലൊക്കെ ആയിരുന്നു. മംഗലാപുരം അങ്ങനെ കുറേ സൈഡുകളിലൊക്കെ പോയി അങ്ങനെ വന്നുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ വൈകി. അപ്പോൾ ഇന്ന് പറയുന്ന വാസ്തു വിജ്ഞാനം, നമ്മൾ ഈ കാലങ്ങൾ മാറാറുണ്ട്. കാലം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ രണ്ട് കാലമുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എടുക്കുമ്പോൾ രണ്ട് കാലം ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ പറയുന്നത് ഉത്തരായന കാലവും ദക്ഷിണായന കാലവുമാണ്. ഈ കാലങ്ങൾ മാറുമ്പോൾ വാസ്തുവിൽ ചില പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേപ്പറ്റിയാണ് ഇന്ന് പറയുക. നമ്മൾ വാസ്തുദോഷങ്ങളെപ്പറ്റി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാസ്തുദോഷങ്ങളുടെ ഇഫക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാസ്തുദോഷങ്ങൾ ഏറ്റവും കൂടുതൽ വ്യക്തികളെ ബാധിക്കുന്നത് എപ്പോഴാണ് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ പുതുതായിട്ട് അറിയിക്കുക. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് ദക്ഷിണായന കാലമാണ്. ഒരു മെയ് 24 മെയ് 24 കഴിയുമ്പോൾ ഈ ദക്ഷിണായന കാലം വന്നു തുടങ്ങും. ഈ ദക്ഷിണായന കാലത്ത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കിരണങ്ങൾ ഈ ഭൂമിയിൽ പതിക്കുന്നതിൽ കിരണങ്ങൾ പതിക്കുന്നുണ്ട്, പക്ഷേ അവയിലുണ്ടാകുന്ന ഇഫക്റ്റുകൾ വളരെ കുറവായിരിക്കും. അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കിരണങ്ങൾ നമ്മുടെ ഭൂമിയെ ഒട്ടൊന്നുമല്ല സ്വാധീനിക്കുന്നത് നന്നായി അറിയാൻ കഴിയും. അവയുടെ ഊർജങ്ങൾ, അവയുടെ കിരണങ്ങൾ ഈ മണ്ണിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. ആണ് യഥാർത്ഥത്തിൽ വാസ്തു എന്നൊക്കെ പറഞ്ഞതാണ്. ഈ ഉത്തരായന കാലത്താണ് സാധാരണ നമ്മൾ പൊതുവെ വസന്തകാലം എന്നൊക്കെ പറയാറുള്ളത്. വലിയ മഴയൊന്നുമില്ല, വല്ലപ്പോഴൊരു മഴ പെയ്യും, നല്ല വെളിച്ചവും നല്ല ഫലഭൂയിഷ്ഠതയും ഉണ്ടാകുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ മാങ്ങയും ചക്കയും 99% ഫലവൃക്ഷങ്ങളും കായ്ക്കുന്ന ഈ ഒരു ടൈമാണ്. ജനുവരി മുതൽ ഏകദേശം ഒരു നമുക്കറിയാം മെയ് ലാസ്റ്റ് വരെ ഈ കാലാവസ്ഥ ഉണ്ടാകും. ഈ ഒരു അവസ്ഥയാണ് വളരെ പ്ലസൻ്റായ നേച്ചറുള്ളത്. ഈ സമയത്ത് പ്രപഞ്ചത്തിലുണ്ടാകുന്ന പല പല കാര്യങ്ങളുടെയും ഗുണങ്ങൾ കിട്ടാറുണ്ട്. കാര്യം ഈ സമയത്ത് ചില ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഗവേഷണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഗവേഷണങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ നമ്മൾ അന്തരീക്ഷം മാറുന്നു, എന്താ പറയുക, ഈ ഫലഭൂയിഷ്ഠതയൊക്കെ മാറുന്നു, ഫലവൃഗങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നു, മാമ്പഴക്കാലം അവസാനിക്കുന്നു, ചക്കക്കാലം അവസാനിക്കുന്നു, ഫലങ്ങളുടെ കാലം അവസാനിക്കുന്നു. പിന്നെ നമ്മൾ വരുന്നത് ഒരു മഴക്കാലമാണ്. അതാണ് ആക്ച്വലി ഈ മഴക്കാലം തന്നെയാണ് മഴക്കാലം കഴിഞ്ഞ് കുറേ ദിവസം നിൽക്കും ഈ ദക്ഷിണായനമുള്ളത്. ഈ കാലഘട്ടത്ത് വാസ്തുദോഷമുള്ള ആളുകൾ അത് പെട്ടെന്ന് പ്രകടമാകും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതങ്ങനെ നമുക്ക് നോക്കാം. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് സാധാരണ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ സാധാരണ നമുക്ക് പനിയും ചുമയൊക്കെ വരാറുണ്ട്. അത് ചെറിയ കാര്യങ്ങൾ, അതൊന്നും ഒരു രോഗമായി പരിഗണിക്കാൻ നമ്മളെ കൊണ്ടാകില്ല. മറിച്ച് ഒരു രോഗമായി ചില രോഗങ്ങൾ, ചില അപകടങ്ങൾ എന്നൊക്കെ നമ്മൾ വലിയ രോഗങ്ങളെ അറിയപ്പെടുക. വലിയ ഹൃദ്രോഗാവസ്ഥകൾ, അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, അതുപോലുള്ള വലിയ അപകടങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്ന് ബാധ്യതകൾ ഉണ്ടായി വരിക, അതൊക്കെ വാസ്തുദോഷങ്ങളാണ്. ആ വാസ്തുദോഷങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു ടൈമാണ് ഈ നിലവിലെ ടൈം. ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെ ഈ ഒരു അവസ്ഥ നീണ്ടുപോകും. അതിൻ്റെ ഒരു കാഠിന്യാവസ്ഥ. സെപ്റ്റംബർ കഴിയുമ്പോൾ അതിൻ്റെ കാഠിന്യാവസ്ഥ കുറയുകയും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ വീണ്ടും വസന്തകാലം എത്തുകയും വീണ്ടും ഉത്തരായന കാലത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വലിയ കാര്യം, നിങ്ങളുടെ വീട്ടിലൊക്കെ നിർമ്മാണ വൈകല്യങ്ങൾ വളരെ ഗ്രേവ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ വീട് നിർമ്മിച്ചേക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു ഉള്ളതോ വളരെ മോശമായ അവസ്ഥയിലല്ല, പക്ഷേ ഒരു 20% നിങ്ങളുടെ വീട്ടിലെ വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് പ്രകടമാകുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അത് തിരിച്ചറിയാൻ കഴിയുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം.
നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ വീട്ടിലെടുത്ത് നോക്കുക. ദോഷങ്ങൾ അവ പല രീതിയിൽ നിങ്ങളെ ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടത് ബാധിക്കും എന്നുള്ളത് ഇപ്പോഴും നമ്മളെ ആകുലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളെ ചിന്തയിൽ ആഴ്ത്തുന്ന ഒരു സംഭവമാണ്. അത് ബാധിക്കാനുള്ള സത്യമാണ്. ആയിരക്കണക്കിന് തെളിവുകൾ നമ്മുടെ പക്കലുണ്ട്. ആയിരക്കണക്കിന് വീടുകൾ നമുക്ക് അറിയാവുന്നതുണ്ട്. അപ്പോൾ അത് പലതരത്തിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയാണ്, അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾ വീടുകളെ നിരീക്ഷിച്ചും പലതരത്തിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചും അത് ഉൾക്കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ വാസ്തുദോഷങ്ങൾ, ചെറിയ വാസ്തുദോഷങ്ങൾ പോലും വലിയ തരത്തിൽ പ്രകടമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ദക്ഷിണായന കാലം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വീടിന് തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ ഒക്കെ മുറിഞ്ഞ വീടാണെങ്കിൽ, വസ്തുവിൻ്റെയും വീടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കും ഒക്കെ മുറിവുണ്ടെങ്കിൽ, നിർമ്മാണ വൈകല്യങ്ങളുണ്ടെങ്കിൽ, അപകട സാധ്യതയും രോഗസാധ്യതയും ആശുപത്രിയിലാവുന്നതും ഒക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സമയത്ത്. വടക്ക് പടിഞ്ഞാറ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മക്കളെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരവസ്ഥ ഈ സമയത്ത് പെട്ടെന്ന് സംജാതമാകുന്നതാണ്, പെട്ടെന്ന് ചിലവേറുന്നതാണ്, പെട്ടെന്ന് തന്നെ ആസ്മാറ്റിക് ആകുന്ന അസുഖങ്ങൾ വരുന്ന സാധ്യതയാണ്, പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് വൈകല്യങ്ങൾ ബാധിക്കാം, അസ്ഥിരോഗങ്ങൾ ബാധിക്കാം, അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാം. വടക്ക് പടിഞ്ഞാറ് മോശമായ വീടാണ്, വടക്ക് പടിഞ്ഞാറ് ദോഷം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വടക്ക് കിഴക്ക് ദോഷം വരുന്നെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള, ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങൾ വരാം, വരുമാനം പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ വലിയ ചിലവ് അനുഭവിക്കുന്നതൊക്കെ സംഭവിക്കാം. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക. ഒരു വീട് എങ്ങനെ നമ്മൾ പോയാലും, ഇപ്പോൾ ഉദാഹരണം ഒരു വീടിൻ്റെ പടിഞ്ഞാറ് വശം ഒരു വലിയ കനാല് പോകുന്നു, അവിടെ മതിൽ കെട്ടിയിട്ടില്ല. അപ്പോൾ പടിഞ്ഞാറ് വശം മതിൽ കെട്ടാത്ത ഒരു കനാല് പോകുന്നു, പടിഞ്ഞാറ് വശം കനാലുണ്ട്, അവിടെ മതിൽ കെട്ടിയിട്ടില്ല എങ്കിൽ ആ വീട് നിത്യരോഗികൾ ആ വീട്ടിൽ കൊടുക്കും. അതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ള രോഗികൾ അവിടെ കൊടുക്കാം, അസ്ഥി വൈകല്യങ്ങളുള്ള രോഗികൾ കൊടുക്കാം, എപ്പോഴും കിടന്നു പോകുന്ന രോഗികൾ ആ വീട്ടിൽ വന്ന് ഭവിക്കാം. അപ്പം അത് അങ്ങനെ കിടക്കുന്ന രോഗങ്ങൾ കൂടുതൽ അവസ്ഥയിലേക്ക് വരിക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങളൊന്നും ഇവിടെ വളരെ അന്തസ്സോടു കൂടി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലിയിൽ അവരുടെ സന്തോഷം കെടുത്തുന്ന, അവരുടെ പ്രശസ്തി കെടുത്തുന്ന, അവരുടെ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലുള്ള സ്ഥാനമോ തെറിക്കുന്ന മോശമായ സംഭവങ്ങളിലേക്ക് പെട്ടുപോകാം. അങ്ങനെയൊക്കെ സംഭവിക്കാം പടിഞ്ഞാറ് കനാലുള്ള ഒരു വീട്ടിൽ. അപ്പോൾ പിന്നെ വഴക്കുകൾ പെട്ടെന്ന് കൂടി വരാം. ഇത് നമ്മൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ ഒരു നല്ല വാസ്തുദോഷമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇതിനൊപ്പം തന്നെ ഇപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരുപാട് വീടുകളിൽ കാർപോർച്ച് ഉണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് മൊത്തം പ്ലിന്ത് ഏരിയ, എല്ലാ ഭാഗത്തും ഫൗണ്ടേഷൻ വന്ന് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാതിരിക്കുകയും വടക്ക് കിഴക്ക് ഭാഗം കാർപോർച്ച് വരികയും ചെയ്താൽ, വടക്ക് കിഴക്ക് ഭാഗം ഫുള്ളായിട്ട് പ്ലിന്ത് ഏരിയയിൽ വന്ന് ആ വടക്ക് കിഴക്ക് ഭാഗം മാത്രം വണ്ടി കയറാൻ വേണ്ടി മാത്രം ആ ഭാഗം ഓപ്പൺ, ബാക്കി ഫുള്ള് പാറയിലോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ തറ കിട്ടുന്നത് അത് കയറി വന്നില്ലെങ്കിൽ ഹൃദ്രോഗത്തിനും അനുബന്ധ കാര്യങ്ങൾക്കും വലിയ അപകടങ്ങൾക്കും വളരെ സാധ്യതയുണ്ട്. സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ പല ഭാഗം പണിത വീടിൻ്റെ മേൽഭാഗത്തിൻ്റെ സ്ഥിതി, ഇപ്പോൾ ഈ മലപ്പുറത്ത് ഒക്കെ നമ്മൾ പോയാൽ അറിയാം. ഞാൻ ഈ അടുത്ത കാലത്ത് മലപ്പുറത്ത് കുറേ വീടുകൾ നോക്കാൻ പറ്റും. അവിടെ നോക്കുമ്പോൾ ഈ മിക്കവാറും വീടിൻ്റെ സ്റ്റെയർ മിക്കവാറും തെക്കോട്ടായിരിക്കും. അതൊരു ദോഷം തരുന്നതാണ്. അത് വലിയ നട്ടല് രോഗങ്ങൾക്കൊക്കെ ഇടയാകുന്നതാണ്. അതുപോലെ തന്നെ ആ വീട് പൂർണ്ണമായും സ്തംഭിച്ചു പോകാൻ ഇടയാകുന്നതാണ്. അപ്പം ഈ മലപ്പുറത്തെ കാണുന്നത് മധ്യഭാഗം ഉയർന്നിരിക്കുക. അപ്പോൾ മധ്യഭാഗം ഉയർന്നിരിക്കുന്ന നിർമ്മാണ വൈകല്യങ്ങളുണ്ടെങ്കിൽ ആ വീടിനെ പൂർണ്ണമായും സ്തംഭിപ്പിക്കാൻ, ആ വീടിൻ്റെ ഗൃഹനാഥനെ ഇരുത്തി കളയാൻ, ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സ്റ്റോപ്പാക്കാൻ, അവരെ അങ്ങ് സ്തംഭിപ്പിക്കാനൊക്കെയുള്ള കപ്പാസിറ്റി ആ മധ്യഭാഗത്തെ നിർമ്മാണത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ ഈ മലപ്പുറം ജില്ലകളിലാണ് ഈ വീടിനെ ഒരു നില മാത്രം കെട്ടി മധ്യഭാഗം മാത്രം സ്റ്റെയറിന് വേണ്ടി ഉയർത്തി കെട്ടിയിട്ടുള്ള കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ ചിന്തിക്കാനാകാത്ത പ്രതിസന്ധിയിലേക്ക് നമ്മൾ കടന്നു പോകാം. മക്കളുടെ പക്ഷമൊക്കെ വളരെ വിഷമങ്ങൾ പിടിച്ച അവസ്ഥയിലേക്ക് മാറിപ്പോകാം. അവരുടെ അവസരങ്ങളില്ലാതായി പോകാം. അവരുടെ ജീവിതത്തിൻ്റെ അവർ അനുഭവിച്ച സന്തോഷങ്ങളൊക്കെ കെട്ടുപോകാം. അതിൻ്റെ ആ ഫലം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ്, ഒരു വീടിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർന്നു നിൽക്കേണ്ട ഭാഗം തെക്ക് പടിഞ്ഞാറ് തന്നെയാണല്ലോ. 2 നിലയുള്ള വീടായാൽ പോലും 1 നിലയുള്ള വീടായാൽ പോലും നമ്മൾ തെക്ക് പടിഞ്ഞാറാണ് ഉയർന്നു നിൽക്കേണ്ടത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കാതെ തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ആണ് വീട്ടിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലമെങ്കിൽ ഈ ഈ ഈ സമയത്ത് പെട്ടെന്ന് ആ ദോഷം പ്രകടമാകുന്നത് കാണാം. ഞാനീ പറഞ്ഞ പല കാര്യങ്ങളും കൂടാതെ തന്നെ മക്കളുടെ വിവാഹങ്ങളൊക്കെ സംഭവിച്ചു പോയ വിവാഹങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി വരാം, കേസുകളുണ്ടായി വരാം. അതുപോലെ നമ്മുടെ ധനം നന്നായിട്ട് നഷ്ടപ്പെട്ടു പോകാം. ആ അവസ്ഥയൊക്കെ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ ദക്ഷിണായന കാലം. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഞാൻ വേറൊന്നും പറയുന്നില്ല. യു മേ ഗോ വിത്ത് യുവർ എക്സ്പീരിയൻസസ്. നിങ്ങളുടെ ജീവിതാനുഭവം തന്നെയാണ് വാസ്തുശാസ്ത്രം. അതിനെ മറ്റൊന്നുമായിട്ട് കൂട്ടിക്കണ്ടേണ്ടതില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ തെക്കയിലെ പിന്നെ തച്ചൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെ ജ്യോതിഷൻ ഇങ്ങനെ പറഞ്ഞു. ദയവായി മനസ്സിലാക്കുക, തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവും ജ്യോതിശാസ്ത്രവും 3 വേറിട്ട ശാസ്ത്രങ്ങളാണ്. ഇത് മൂന്നാണ്. തച്ചുശാസ്ത്രം തടിപ്പണിയുമായി ബന്ധപ്പെട്ടതാണ്, സ്കൾപ്ചറുമായി ബന്ധപ്പെട്ടതാണ്, ശില്പകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തച്ചുശാസ്ത്രം. ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിർഗോളങ്ങളെ പറ്റിയുള്ള ശാസ്ത്രമാണ്. ഇവ രണ്ടും വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെടുന്നില്ല. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അത് തെളിയിക്കാൻ കഴിയുന്നതാണ്. അതാണ് ജീവിതാനുഭവങ്ങൾ. വാസ്തുശാസ്ത്രം ഈ മണ്ണിൻ്റെ ശാസ്ത്രമാണ്. നമ്മൾ ചവിടി നിൽക്കുന്ന മണ്ണിൻ്റെ, നമ്മൾ ജീവിക്കുന്ന വീടിൻ്റെ ശാസ്ത്രമാണ്. ആ ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ വേഗത്തിലെ വാസ്തുവിലെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ഒരു വിളിയിൽ നിന്ന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.